ഹായ്, ഞാൻ റഫീഖ് വടകര, അബുദാബിയിൽ സംസാരിക്കുന്നു. അതായത് ഞാന് ഇന്ന് അബുദാബിയിൽ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 10-22 വയസ്സ് കാണും. ഒരു ഇക്കണ്ട് എണ്ണത്തിന് നോക്കുന്നു, കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നു. അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയാം, നിങ്ങൾ റഫീഖ് അല്ലേ, നിങ്ങൾ ഇടയ്ക്കുള്ള ടൈം കിട്ടുമ്പോൾ നിങ്ങളെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട്, മുമ്പൊക്കെ ടിക്ടോക്ക് കാണുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ എന്നോട് നിങ്ങൾ മുമ്പ് ഷാർജയിൽ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു ഷാർജയിൽ ഉണ്ടായിരുന്നു, ജബൽ ഫ്രീ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഞാൻ എന്റെ കസിനായിട്ട് ഷാർജയിൽ ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റിൽ. ഇപ്പൊ അതൊന്നുമില്ല. അന്നേരം ഞാൻ ഇടയ്ക്കെല്ലാം ഷാർജയിലും പോകാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാണാറുണ്ട്. അല്ല, നിങ്ങളുടെ ഒരു ടൈപ്പ് സെന്ററിൽ വർക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ഷാർജ. ഞാൻ പറഞ്ഞൊരു ഷാർജ എമിഗ്രേഷൻ എടുത്തൊരു കാസർഗോഡ് ടീമിന്റെ അവിടെ ഉണ്ടായിരുന്നു. അതല്ല, ഷാർജ പ്രോളയില് ഞാൻ പറഞ്ഞ അതേ ഉണ്ട്, ഒരു കാശ്മീർ ടൈപ്പ് സെന്റർ. അത് ഞാൻ പിന്നെ ആ ഒരു കാസർഗോഡുകാരോട് വർക്ക് ചെയ്യുമ്പോൾ അവരെ വർക്ക് കഴിഞ്ഞ ശേഷം ഞാനൊരു പാർട്ട് ടൈം ആയിട്ട് പോകാറുണ്ടായിരുന്നു. പിന്നെ എന്റെ വിസ ഒരു റിന്യൂ ചെയ്ത് തന്നില്ല, പാർട്ട് ടൈം തമ്മിൽ ഉടക്കി പ്രശ്നമായപ്പോ ഞാനിങ്ങനെ പുറത്ത് ടൈപ്പ് സെന്ററിൽ പോയി ജോലി ഉണ്ടായിരുന്നു പറഞ്ഞു. ആദ്യം ഞമ്മളൊരു വർഷം കുറേ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ അനുഭവം ഇങ്ങനെ കണ്ടിലിങ്ങനെ വെള്ളം നനച്ചിങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും അതേ ഫീൽഡിൽ കഫ്റ്റീരിയയിൽ വർക്ക് ചെയ്യാണ്. തുച്ഛമായ ശമ്പളം ഉള്ളൂ. ഇപ്പൊ കുറച്ച് കാലം എക്സ്പീരിയൻസിന് കുറച്ചുകൂടെ ശമ്പളം കൂടും. അറിയാലോ, ഇത് ഖത്തർ എന്നല്ലേ. ഖത്തറൊക്കെയാണ് സ്റ്റാർട്ടിങ് തന്നെ 1800 റിയാലൊക്കെ അവർ കൊടുക്കുന്നത്. പിന്നെ അവിടെയൊക്കെ ഖത്തറിൽ തന്നെ അറിഞ്ഞിരിക്കുന്നത്, നമ്മൾക്കല്ല ഓഫീസ് സ്റ്റാഫ് കിട്ടുന്ന സാലറിയാണ് അവിടെ ഖത്തറിൽ ഓഫീസ് ബോയ്മാർക്ക് കിട്ടുന്നത് ഞാൻ കേട്ടിരിക്കുന്നത്. ആകെ 800 കിലോമീറ്റർ സ്ഥലമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അതിനെ കുറിച്ച് പറഞ്ഞു പുള്ളി ആരെങ്ങാണ്ട് ഖത്തറിലുണ്ട്, അവിടെയൊക്കെ നല്ല സാലറി പറയാം. അതാ ഇത് ഞാൻ പറയാൻ കാരണം. പറഞ്ഞു ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ ഫാർമസിസ്റ്റ് ആയിട്ട് ഷാർജയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ മകന്റെ ഭാര്യയുണ്ട്. ഞാൻ വെച്ച് മകന്റെ ഭാര്യയ്ക്ക് ജോലി ഇല്ല, അവള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടു. പക്ഷെ എന്നെ ആകെ വിഷമാക്കിയത്, പിന്നെ അവരെ വീടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പോലെ അത് മകനാണ് ചെയ്തത്. പിന്നെ മകൻ പറഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. മകന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡ്, നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വെച്ച് തന്നില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിഷമമായി കാണും, മകൻ പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ലല്ലേ. ഞാൻ പറയും ഇന്നത്തെ യുഗം അങ്ങനെയാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ, മുഹമ്മദ് നബി പറഞ്ഞില്ലേ, അതിനോട് അടുത്തവർ. നമ്മളിപ്പോ പള്ളികളിൽ പോയി കഴിഞ്ഞാല് നിസ്കരിക്കാൻ മുമ്പ് കഴിഞ്ഞാൽ പ്രായ ആൾക്കാരുടെ മുമ്പിൽ നേരെ ഫ്രണ്ടിൽ നിന്ന് റുക്കൂ ചെയ്താലും സുജു ചെയ്താലും നമുക്ക് നാണക്കെടാവും. കാരണം അണ്ടർവെയറിന്റെ ആ ഇലാസ്റ്റിക് പുറത്ത് കാണിച്ചില്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഡ്രസ്സ് ധരിക്കാം. താടി മുടിയിൽ എന്തൊരു ക്വാളിറ്റി ആയിട്ട്. ചില ആൾക്കാർ നല്ലവരുണ്ട്, പിന്നെ നേരെ എന്തെല്ലോ കളിച്ചു കൂടുന്നവരുണ്ടല്ലേ. എന്നതുപോലെയാണ് അത് യുഗം അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് ഒരേ കാര്യത്തിൽ അഭിമാനിക്കാൻ പറ്റും. എന്ന് വെച്ചാല് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് നിങ്ങൾ മകനെ പഠിപ്പിച്ചില്ലേ, ഒരു ഫാർമസിസ്റ്റ് ആക്കിയില്ലേ. മകളുടെ പോട്ടെ, ആ ഒരു പ്രായത്തിന്റെ ആണ്, അത് ശരിയായിക്കോളും. നിങ്ങൾക്ക് ഇപ്പോഴും അഭിമാനിക്കാം. ബിക്കോസ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചെറിയ പിന്നെ സാലറിയിൽ, അത് 4 ഇയേഴ്സ് കോഴ്സാണോ. ബിക്കോസ് ഈ ഫാർമസിസ്റ്റ് തരുന്ന 2 ഇയേഴ്സ് ഉണ്ട്, 4 ഇയേഴ്സ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ഡിഗ്രി ഉണ്ട്. ബിക്കോസ് ഞാൻ കുറച്ച് കാലം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതിന്റെ പേരിൽ അതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്നാണെങ്കിലും സാലറി എൻറ്റയർലി ഡിഫറെന്റ് ഉണ്ട്. അപ്പോ നമ്മുടെ നാട്ടുപുറത്ത്, ഞാനിപ്പോ വടകരയാണ്, വടകരയ്ക്ക് അപ്പുറം കല്ലാച്ചി നാദാപുരമുള്ള ആൾക്കാരെല്ലാം എനിക്കറിയുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും 18 വയസ്സാക്കിയിട്ട് പാസ്പോർട്ട് എടുത്തിട്ട്, ഇപ്പൊ 18 മതിയല്ലോ പാസ്പോർട്ട് എടുക്കാൻ, പണ്ടല്ല 21, ഗൾഫിൽ കൊണ്ടുവന്ന് ഏതൊക്കെ ഒരു കഫ്റ്റേരിയയിൽ വർക്ക് ചെയ്യും, അതുകൊണ്ട് ജീവിക്കും. എന്നിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ വല്ല പെങ്ങളുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ വല്ല ജ്യേഷ്ഠന്മാരോ വല്ല ബിസിനസ്മാൻ ആരെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യാനുള്ള ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ളവരാണെങ്കിൽ രക്ഷപ്പെട്ടു പോകും. അതേസമയത്ത് നിങ്ങളുടെ മകനെ നിങ്ങൾ പഠിപ്പിക്കാതെ നിങ്ങളെപ്പോഴത്തെ അതേ ഫീൽഡ് കഫ്റ്റേരിയലാണ് വർക്ക് ചെയ്യിപ്പിച്ചെങ്കിൽ ചെറിയ ശമ്പളത്തിൽ എങ്ങനെ ഇങ്ങനെ വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അവന്റെ വൈഫിനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിൽ നിങ്ങൾ അഭിമാനിക്കാം. അതുകൊണ്ട് സാറാണ് അല്ല, പ്രശ്നമൊന്നുമില്ല, എനിക്ക് നിങ്ങൾ കാണാൻ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ യൂട്യൂബിലും കാണുമ്പോൾ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇക്കയോട് ചോദിച്ചു, നിങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റിനെ അറിയാവോ? അതെ അറിയാം. അതും ചിരിച്ചോണ്ട് പറഞ്ഞു അറിയാം. ഞാൻ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന ഒരു കാലത്ത് ഒരുപാട് പേര് കളിയാക്കിണ്ടായിരുന്നു. ആ കളിയാക്കവർ ആരും ഇന്ന് എവിടെയില്ല. കുറെ മ്യൂസിക് ആർട്ടിസ്റ്റുമാരാണ് കളിയാക്കിയിരുന്നത്. അപ്പോ ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എത്ര സത്യമായിരുന്നു, എത്ര ജെന്യൂനാണെന്നും എല്ലാവർക്കും അറിയാം. അദ്ദേഹം മമ്മൂക്കയുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കുകയും ചെയ്തു.
പുള്ളി ഇപ്പോഴും ഡയറക്ഷനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നു. പുള്ളിയുടെ സിനിമ പുള്ളിയുടെ ഇത് അത് നമ്മൾ അവരുണ്ടായില്ല. എന്നിരുന്നാലും പുള്ളിയെ കളിയാക്കറക്കിന്റെ എവിടെ, അദ്ദേഹം എവിടെ, അതാണ്. എന്ന പോലെ ഒരു കാലത്ത് നിങ്ങളെയും അപ്രിഷിയേറ്റ് ഇതേ മോള് നിങ്ങളോട് പറയും, നിങ്ങൾ ഓർത്തോ എന്ന് പറയാം. എന്തെന്ന് പറയാം, എന്താണ് ന്യൂജൻ ബിൽഡർ നിങ്ങൾക്ക് പറ്റിയത്, ഒന്ന് നേരായിക്കൂടെ? താങ്ക് യു. റഫീഖ് വടകര.